വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാമായിരിക്കും 2 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇടിയിലും അതുപോലെ നമ്മുടെ ഡ്രസ്സിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് സമയമില്ലായിരുന്നല്ലോ. നമ്മളെല്ലാം ഷടപടയെന്നും പറഞ്ഞിട്ടായിരുന്നുകൊണ്ട് നമ്മൾ 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു കിടന്നിട്ട്. രാവിലെ 5:30 എഴുന്നേക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്യൂട്ടി പാർലറിലേക്ക് പോകണം ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 മണി 7:30 മാക്സിമം അതിന് മുമ്പ് ചെല്ലണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോക്കാരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് അവരോട് ധൃതി പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരുങ്ങിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന റിലേറ്റീവ്സും വീട്ടുകാരും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ആർച്ച് എഴുന്നേറ്റ് എന്തോ അവളെ ഇന്നലെ എൻ്റെ കൂടെ മൈലാഞ്ചി ഇടാൻ വേണ്ടി രാത്രി 1 മണി വരെയൊക്കെ ഇരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞ് പിന്നെ വിശേഷം ചോദിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വന്നിരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോയി ഒരുങ്ങിയിട്ട് പെട്ടെന്ന് വരണം. അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പാ ഒക്കെ ചെയ്തതിന് ശേഷം മുടിയിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അപ്പൊ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേജിന്റെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് കസേരകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സൊക്കെ ഫുള്ള് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. 7 മണിയാവാൻ പോകുന്നുണ്ട്. അപ്പൊ അപ്പയുടെ കൂടെ ഞാൻ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി. വീട്ടിലോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരുങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോയി ഒരുങ്ങാൻ വേണ്ടിട്ട് അവിടേക്ക് പോവാണ്. മൈലാഞ്ചിട്ടപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ. കാരണം ഒരു ദിവസമെങ്കിലും മുന്നേ ഇടേണ്ടതായിരുന്നു. കാരണം ഇത് ഒരു ഫംഗ്ഷൻ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടായിരുന്നു. രാവിലെ എത്തിയപ്പോൾ ഈ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കളറായിട്ട് വന്നു. അപ്പോൾ ഒരു ദിവസം മുന്നേ ഇടുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് പിന്നെ തോന്നി. അങ്ങനെ നമുക്ക് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാം. അവിടെ ചേച്ചി എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. വീട്ടിൽ രാവിലെ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവ് എനിക്ക് വലിയ ഇഷ്ടം അല്ലാത്തത് കൊണ്ട് ഞാൻ അത് കഴിക്കാതെ ഇറങ്ങി ഓടി. അപ്പൊ എന്റെ പുറകെ പഴമൊക്കെ ആയിട്ട് വന്നതാണ്. എന്തെങ്കിലും ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കഴിപ്പ് വല്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രശ്മി ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഫുൾ കോൺഫിഡന്റ് ആണ്. അപ്പൊ എന്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെ ഹെയർ സ്റ്റൈലിലാണെങ്കിൽ പൂ വെക്കുന്നത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ലെഹങ്കയുടെ കൂടെ. പിന്നെ മുല്ലപ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ വരും ഒത്തിരി നേരം വെച്ച് കഴിയുമ്പോൾ. പിന്നെ കല്യാണത്തിന് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെക്കും. അതുകൊണ്ട് ഇന്ന് തൽക്കാലം മുല്ലപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫുൾ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ എൻഗേജ്മെന്റിന് ഞാൻ ഫുൾ റെഡിയാണ്. അപ്പൊ എന്റെ ലുക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ രശ്മി ചേച്ചി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം.
കയറിയിട്ട് എല്ലാവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന പോലെ പിടിച്ചെടുക്കാം. എല്ലാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാരും എക്സ്പ്രഷനൂടെ കാണാം. പതുക്കെ കയറ ചേച്ചി, നിൽക്കേ പതുക്കെ നോഴന്നോ. ഉണ്ട് ഉണ്ട്. ഓൾമോസ്റ്റ് രാവിലെ തന്നെ എല്ലാരും എത്തിയിട്ടുണ്ട്. എല്ലാരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ കസേരയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. മുഹൂർത്തം എന്ന് പറയുന്നത് 11:50 12:10 ഇടയ്ക്കായിട്ട്. അപ്പൊ 10 മിനിറ്റ് എന്തോ ഉള്ളു മുഹൂർത്തം. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് മോതിരം മാറുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേട്ടനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോതിരമാറിലാണ് മെയിൻ. മോതിരമാറും അതുപോലെ തന്നെ പിന്നെ ജാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന്റെ ഉദ്ദേശം. പിന്നെ നമ്മൾ മാരേജിന് ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഡിസംബറിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ചേട്ടനും അച്ഛനും ഒക്കെ വരാനുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ച് അവരുടെയൊക്കെ ലീവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടേ നമ്മൾ ഡേറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കത്തുള്ളൂ. പത്തേ മുക്കാല് 11 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ചേട്ടന്റെ വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം സ്വീകരിക്കുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും വന്നു. അപ്പൊ ഇനി നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാനായിട്ട് പോവാണ്.
പ്രിയപ്പെട്ടവരെ, കൊല്ലം ചാലുകാട് ചന്ദ്രോദയത്തിൽ സുധീഷ് കുമാർ, ശുഭം സുധീഷ് കുമാർ ദമ്പതികളുടെ മകൻ ദീപക് പ്രദീപും ഞങ്ങളുടെ മകളായ മേഘാസലിയും തമ്മിലുള്ള വിവാഹ നിശ്ചയ മോചനം കൈമാറ ചടങ്ങാണ് നടക്കുന്നത്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഹിന്ദുവിശ്വാസികളെ സാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്നുള്ള നടപടിക്രമങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടി 558 നമ്പർ ശാഖയുടെ സെക്രട്ടറി രമണൻ അവരുടെ ക്ഷണിക്കുന്നു. കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ ചോരാവിവൻ തോണി നിന്നതം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം ഉരുളൊടുങ്ങിയാൽ നിന്നിടും ശാന്തി. കൊല്ലം ചാലുകാട് ചന്ദ്രോദയം വീട്ടിൽ പ്രദീപും ശുഭം പ്രദീപിൻ്റെയും മകൻ ദീപക് പ്രദീപും പത്തനംതിട്ട ജില്ലയിൽ ഇലവന്തട്ട് വെട്ടിവരുത്തിയതിൽ സലീം സുനി ദമ്പതികളുടെ മകൾ മേഘ സലീമും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ധാരണയായി രണ്ട് വീട്ടുകാരും തമ്മിൽ വിവാഹ ഡേറ്റ് തീരുമാനമായിട്ടില്ല. പിന്നീടായിരിക്കും അച്ഛൻ സ്ഥലത്തില്ലാത്തതിനാൽ കല്യാണ സമയം പിന്നീട് തീരുമാനിക്കും. പിന്നെ മോതിരയോടിൽ 50-നാണ് നടക്കുന്നത്. അതിന് 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പെൺകുട്ടിയുടെ അച്ഛൻ, എൻ്റെ പേര് സലീം എന്നാണ്. ഇത് പെൺകുട്ടിയുടെ അമ്മ സുനി. ഇതെൻ്റെ അമ്മ കമലമ്മ. ഇത് പെൺകുട്ടിയുടെ സഹോദരൻ അർജുൻ, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ജിതിൻ. പിന്നെ ഇത് സുനിയുടെ അമ്മ. ഇത് സുനിയുടെ മേഘയുടെ മാമനാണ്, പേര് സന്തോഷ്. ഇതെൻ്റെ സഹോദരി, അതായത് പെൺകുട്ടിയുടെ അപ്പച്ചി, പേര് ഷീബ. ഇത് മാമി രോഹിണി.
ഇത്രയാണ് പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത. ബാക്കി എല്ലാവരും അടുത്ത ബന്ധുക്കളാണ്. പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബ അംഗങ്ങളുമാണ്. അവിടെ നിന്ന് അത്യാവശ്യമുള്ളത് പരിചയപ്പെടുത്തി. ഒരാൾ ഓരോരുത്തരും പിടിച്ചൊന്ന് പരിചയപ്പെടുത്തും. ഞാൻ മതിയോ? ദീപക്കിന്റെ അമ്മ, ഇത് ദീപക്കിന്റെ സഹോദരൻ ദർശൻ. എല്ലാവരും എഴുതി ഇത് ദീപക്കിന്റെ വല്യച്ഛൻ. ഇത് ദീപക്കിന്റെ മാമൻ. ദീപക്കിന്റെ വല്യപ്പച്ചി. ദീപക്കിന്റെ വല്യപ്പച്ചി. ഇത് ദീപക്കിന്റെ അപ്പച്ചി. പിന്നെ ഇത് ദീപക്കിന്റെ മൂത്തപ്പച്ചി. അത് ദീപക്കിന്റെ അടുത്തപ്പച്ചി. ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ദീപക്കിന്റെ വല്യപ്പച്ചി. ഈ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. പിന്നെ ഞാൻ ദീപക്കിന്റെ ചേട്ടൻ വല്യപ്പച്ചിയുടെ. find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in
seek what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. But one day I'll be yours again. One day I'll be One day I'll be yours. One day I'll be yours. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life ഫൈനലി ഓൾ കേരള സിംഗിൾ അസോസിയേഷൻ ഇന്ന് രണ്ടുപേരും കൂടി രാജിവെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. ഇത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഔട്ട്ഡോർ ഒക്കെ പോയി കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു സമയത്തേക്ക് ഞാൻ ഈ വ്ളോഗിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ മറന്നുപോയി. എന്റെ കസിൻസിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഈ വ്ളോഗ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒന്നും ശരിക്കും എടുക്കാൻ പറ്റില്ല. ഞാൻ ആ ഒരു കാര്യമേ അങ്ങ് മറന്നുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ലേറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒക്കെ എല്ലാവരും കഴിച്ചു. ചേട്ടന്റെ വീട്ടിൽ നിന്ന് വന്ന കുറേ ആൾക്കാരൊക്കെ പോയി. അമ്മയും അതുപോലെ തന്നെ അനിയൻ അതുപോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയമായപ്പോഴാണ് എനിക്ക് വ്ളോഗിന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ഞങ്ങൾ പോലും ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചൊക്കെ കഴിയാറായി. പിന്നെ കിട്ടുന്ന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഉള്ളവരെ വെച്ചിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോ തന്നെ 2:30-3 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ചേട്ടന്റെ ഫാമിലിയൊക്കെ തിരിച്ചുപോയി. അങ്ങനെ എന്റെ എൻഗേജ്മെന്റ് നല്ല അതിമനോഹരമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സന്ദീപേട്ടനെ പിടിച്ചിരുത്തിയിട്ട് അപ്പൊ തന്നെ ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചെടുക്കാനൊക്കെ കൊണ്ടുള്ള തിടുക്കത്തിലാണ് നമ്മൾ. കാരണം ഫോട്ടോ ഒക്കെ കാണാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അടുക്കള ഇറങ്ങത്തില്ലേ തീറ്റ കഴിഞ്ഞില്ല ഇതുവരെ. അപ്പൊ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് എന്റെ കയ്യിലേക്ക് ക്യാമറ തിരിച്ചു കിട്ടിയത്. ഞാൻ വ്ളോഗിന്റെ കാര്യമൊക്കെ ശരിക്കും ഓർത്ത്. അപ്പൊ ഓൾമോസ്റ്റ് എന്റെ കസിൻസിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറ്റുന്ന പോലെയൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നേ അമ്മായി ആകെ ഉള്ളൊരു അമ്മായിയാ. സദ്യ കഴിഞ്ഞപ്പോ സ്ഥലം അമ്മേ മാൻസ് ഇവിടെ നിൽക്കായിരുന്നു. അയ്യാ എന്റെ മോതിരം ചളക്കരുത് ഇന്ന് ഇട്ടതേ ഉള്ളൂ. അമ്മയുടെ പൊതിയൊക്കെ കെട്ടി. മാമനോ? ആ പറയാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല ചൂടായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പം ആദ്യം ചെന്നിരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു സൈഡിലോട്ട് ഫാനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തഴയിലെ ആ കെട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. വലിയ ഹെവി ആയിട്ടുള്ള ഒത്തിരി മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ അത് ആരുടെ കയ്യിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയപ്പോ ജസ്റ്റ് കറങ്ങുന്ന ഒരു വീഡിയോ. പക്ഷെ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു, അവരുടെ ആരുടെ ഫോണിൽ അതില്ല. അപ്പൊ ആ വീഡിയോ ആരുടെ ഫോണിലാണെങ്കിലും അവരത് എന്റെ കയ്യിൽ എത്തിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി ഞാൻ ചോദിച്ചു, അർജുന്റെ ഫോണിലും അദ്വൈതിന്റെ ഫോണിലൊക്കെ നോക്കി. പക്ഷെ അവരുടെ ആരുടെയും കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒത്തിരി ഇതായിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് സംഭവം കയ്യിലുണ്ട്. അത് ആരുടെ ഫോണിലാണെന്ന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അപ്പൊ അതെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ വിശ്രമമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുകയാണ്. എല്ലാവരും ഓരോ സൈഡായിട്ട് കിടക്കുകയാണ്. കുറച്ചുപേരൊക്കെ വെളിയിലിരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നു. എല്ലാവരും ഇപ്പോഴേ കല്യാണത്തിന്റെ ഒക്കെ ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ 7 മാസം സമയം ഉള്ളതുകൊണ്ട് വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇന്ന് തന്നെ പൊളിക്കാനുള്ള ഒരു പരിപാടിയാണ്. കെട്ടാൻ കുറച്ച് താമസമാണെങ്കിലും പൊളിക്കാൻ വലിയ ഫാസ്റ്റ് ആയിരുന്നു.
കുറച്ച് മങ്ങിയൊക്കെ നിന്നെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൈലാഞ്ചി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കളറൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒരു ദിവസം മുന്നേ മൈലാഞ്ചി ഇടാൻ ശ്രമിക്കുക. ഇതുകൊണ്ടാണ് രാവിലെ ഒരു ഇച്ചിരി കളറൊന്നും വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കല്യാണത്തിന്റെ ഒരു ഏകദേശം ഉദ്ദേശമുണ്ട് ഒരു ദിവസമെങ്കിലും മുന്നേ ഇടണോ എന്നുള്ളത്. അപ്പൊ അതെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടും തീരാതെ എല്ലാരും ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് നമ്മളെ കുടിച്ചില്ല, കൊണ്ടുവന്ന ഇങ്ങനെ കൊണ്ടുപോയി. ഓരോന്നിനും ഷുഗറാന്ന് പറയുന്നത് നേരം ഇരുന്ന് അച്ഛനും കടിക്കുമില്ല. വല്യമാനെ ജനാർദ്ദനമാനെ എല്ലാരും മോഹൻമാനെ. അപ്പൊ മുഖത്ത് തേച്ച് പിടിപ്പിച്ചൊന്നും ഞാൻ ഇതുവരെ ഇളക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്ഷീണം കൊണ്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു മേക്കപ്പ് റിമൂവർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ കുരുക്കളും കാര്യങ്ങളും ഒക്കെ വരും, വെളിച്ചെണ്ണ ഇട്ട് ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ മതി, എളുപ്പത്തിൽ ഇളകി പോരും എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർഗമായിരുന്നു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഇട്ടാണ് തൂത്തത്, പെട്ടെന്ന് തന്നെ അത് ഇളകിപ്പോയി. ഒത്തിരി മേക്കപ്പ് ഫൗണ്ടേഷൻ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ ഇട്ടിട്ടുള്ളൂ. എന്നാലും തൂത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് കുരുക്കളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു മേക്കപ്പ് റിമൂവർ ഒക്കെ ഇട്ടിട്ട് തൂക്കുകയാണെങ്കിൽ ചെറിയ കുരുക്കളും കാര്യങ്ങളും ഒക്കെ വരുമെന്ന്. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴും നമ്മുടെ വിശേഷം പറച്ചിലുകളും കാര്യങ്ങളും ഒന്നും തീർന്നിട്ടില്ല. എല്ലാരും അടുത്ത സദ്യക്കുള്ള ഒരു ഒരുക്കത്തിലാണ്. നമ്മൾ കുറച്ച് കൂടുതൽ സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോ ഒരു തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് അതുകൊണ്ട് എല്ലാരും പിടിച്ചൊക്കെ ഇരുത്തി വൈകിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് സദ്യ കഴിപ്പും പായസം കഴിപ്പും ഒക്കെയാണ്. സത്യം പറഞ്ഞ ഈ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പായസവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ. ആ സമയത്തൊരു നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻജോയ് ചെയ്തവരുടെ അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പൂനൊക്കെ പിടിച്ചിരുത്തിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എഡിറ്റിങ് അങ്ങോട്ട് കയറ്റില്ല ഇങ്ങോട്ട് കയറ്റിലൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ ഇപ്പൊ തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ വേണ്ടവരൊക്കെ എടുത്തോട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് സൂര്യപ്പയും കാര്യങ്ങളൊക്കെയാണ്. അവരും പോകാൻ തുടങ്ങുന്ന സമയം രാത്രി ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരാഴ്ച പറഞ്ഞില്ലല്ലേ ഇങ്ങോട്ട് വന്നപ്പോ ഇത്ര ബാഗൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതിൽ അടിപൊളിയായിട്ട് തന്നെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നടന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രധാനപ്പെട്ട ഒരാൾ അച്ഛനായിരുന്നു, അച്ഛന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഒരു എൻഗേജ്മെന്റിനെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ കസിൻസും കുറെ പേർക്കൊന്നും വരാൻ പറ്റിയില്ല. പെട്ടെന്നായതുകൊണ്ട് അവർക്കും ലീവും കാര്യങ്ങളും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും കല്യാണത്തിന് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പ അങ്ങനെയുള്ള കുറച്ച് പേര്, ആർച്ച് അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാരും പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ. ഞാൻ നിന്നെ എടുക്കാനൊന്നും